ഹായ് എവരി വൺ, വെൽക്കം ടു അർബൻ ബ്ലോഗർ. അർബൻ ബ്ലോഗറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ടൊരു ക്രിക്കറ്റ് ലീഗ് വരികയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ മറ്റ് പല സ്റ്റേറ്റുകളിലും അവിടുത്തെ ക്രിക്കറ്റ് അസോസിയേഷൻസിൻ്റെ ലീഗ്സ് ഉണ്ട്. TNPL തമിഴ്നാടു പ്രീമിയർ ലീഗ് വളരെ ഫേമസ് ആണ്, കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ട്. അതുപോലെ കർണാടകയുടെ പ്രീമിയർ ലീഗുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ടായിരുന്നു, എന്തുകൊണ്ട് കേരളത്തിന് ഇതുവരെയും ഒരു ക്രിക്കറ്റ് ലീഗ് വരുന്നില്ല? കാരണം നമുക്ക് കേരളത്തിന് അതിന് വലിയൊരു പൊട്ടൻഷ്യലുണ്ട്. നമ്മുടെ നഗരങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഫ്രാഞ്ചൈസികൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചാൽ ഒരുപാട് പ്ലെയേഴ്സിന് അത് ഹെൽപ്ഫുൾ ആവും, അല്ലേ? എനിവേ, അറ്റ് ലാസ്റ്റ് KCA കേരള ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡറായി എത്തുന്നത് മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലാലേട്ടനാണ്, ശ്രീ മോഹൻലാൽ. അദ്ദേഹമാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഒരു ലീഗ്? IPL ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ മറ്റൊന്നുമല്ല, നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് പ്ലെയേഴ്സിന് എക്സ്പോഷർ കിട്ടാനും അവർക്ക് മാച്ചസ് കിട്ടാനും അവസരങ്ങൾ കിട്ടാനും അവരെ ഐഡൻറ്റിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് ഉറപ്പായിട്ടും ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലീഗിൽ കളിക്കുമ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും. അവർക്ക് IPLലേക്ക് അവസരങ്ങൾ കിട്ടും. അതുവഴി നാഷണൽ ടീമിലേക്ക് പോകാം. നമ്മുടെ ടോട്ടൽ ക്രിക്കറ്റ് എൻവയോൺമെൻറ്റ്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ക്രിക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചറും എൻവയോൺമെൻറ്റും ഒക്കെ ബൂസ്റ്റ് ആവാൻ ഇത്തരം സ്പോർട്സ് ഈവൻറ്റ്സ് ഒരുപാട് വേണം. അപ്പോൾ ഈ ലീഗ് നടക്കുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം, സ്പോർട്സ് ഹബ് ട്രിവാൻഡ്രം, കാര്യവട്ടം ഇൻ്റർനാഷണൽ ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന സ്പോർട്സ് ഹബ് ട്രിവാൻഡ്രത്താണ്. 6 ഫ്രാഞ്ചൈസികളാണ് ഈ ലീഗിലുള്ളത്. 6 ഫ്രാഞ്ചൈസികൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ വെച്ച് അനൗൺസ്മെൻറ്റ് നടന്നിരുന്നു. അതിൻ്റെ ഓപ്ഷൻസും അവിടെ വെച്ച് തന്നെ ട്രിവാൻഡ്രം ഹയാത്തിൽ വെച്ചിട്ട് നടന്നു കഴിഞ്ഞു. 6 ടീമുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കേരളത്തിലെ 6 നഗരങ്ങൾ കേന്ദ്രീകരിച്ച് 6 ടീമുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 6 ടീമുകൾ തമ്മിലായിരിക്കും ലീഗ് മത്സരങ്ങൾ നടക്കുക. അപ്പോൾ ഇനി ലീഗ് എവിടെ കാണാമെന്നുള്ളതാണ്. നേരിട്ട് കാണാം, സ്റ്റേഡിയത്തിൽ വന്ന് നേരിട്ട് കാണാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ലൈവ് കാണാവുന്നത് സ്റ്റാർ സ്പോർട്സ് ആണ് ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റർ ആൻഡ് ഒഫീഷ്യൽ OTT പ്ലാറ്റ്ഫോം ഫാൻ കോഡാണ്. ഇനി ക്രിക്കറ്റ് ലീഗിൻ്റെ ഐക്കൺ പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ മറ്റാരും തന്നെയല്ല, മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജു V സാംസൺ. ഇനി നമുക്ക് ഓരോ ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ഏതൊക്കെ നഗരങ്ങൾക്കാണ് ടീം കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ ഓണേഴ്സ് ആരാണ്, അവരുടെ ഐക്കൺ പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടീം ആരുടെയാണ്? അപ്പോൾ ആദ്യത്തെ ടീം ആലപ്പുഴയുടെ ടീമാണ്. ആലപ്പുഴയുടെ ടീം ആലപ്പി റിപ്പിൾസ്. ആലപ്പി റിപ്പിൾസിൻ്റെ ഓണർഷിപ്പ് കൺസോൾ ഷിപ്പിംഗ് സർവീസസ് എന്ന് പറയുന്ന കമ്പനിക്കാണ്. ആലപ്പി റിപ്പിൾസിൻ്റെ ഐക്കൺ പ്ലെയർ മുഹമ്മദ് അസറുദ്ദീനാണ്. നമ്മുടെ പഴയ മുഹമ്മദ് അസറുദ്ദീനല്ല, പുതിയ മുഹമ്മദ് അസറുദ്ദീനാണ് ആലപ്പി റിപ്പിൾസിൻ്റെ ഐക്കൺ പ്ലെയർ. അപ്പോൾ നമുക്ക് അടുത്ത ടീമിലേക്ക് പോവാം. അടുത്ത ടീം കൊല്ലം നഗരത്തിൻ്റെയാണ്. കൊല്ലം നഗരത്തിൻ്റെ ടീം ഏരീസ് കൊല്ലം സെയിലേഴ്സ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിൽ ഏരീസ് എന്ന് കണ്ടു കാണും. ഏരീസ് ഗ്രൂപ്പാണ്. ശ്രീ സോഹൻ റോയ്, അദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. സച്ചിൻ ബേബിയാണ് ഏരീസ് കൊല്ലം സെയിലേഴ്സിൻ്റെ ഐക്കൺ പ്ലെയർ. ഇനി നമുക്ക് അടുത്ത ടീം ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ടീം തൃശ്ശൂർ നഗരത്തിൻ്റെ ടീമാണ് തൃശ്ശൂർ ടൈറ്റൻസ്. ഫൈനസ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ ഓണർ. തൃശ്ശൂർ ടൈറ്റൻസ് ടീമിൻ്റെ ഐക്കൺ പ്ലെയർ വിഷ്ണു വിനോദാണ്. അപ്പോൾ നമ്മൾ 3 ടീമുകൾ പറഞ്ഞു കഴിഞ്ഞു. ആലപ്പി റിപ്പിൾസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, പിന്നെ തൃശ്ശൂർ ടൈറ്റൻസ്. ഇനി 3 ടീമുകളാണ് ബാക്കിയുള്ളത്. ഏതായാലും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ കേരളത്തിലെ വലിയ 3 നഗരങ്ങൾക്ക് എന്തായാലും ടീം ഉണ്ടായിരിക്കുമല്ലോ. സോ നെക്സ്റ്റ് കോഴിക്കോടിൻ്റെ ടീമാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. EKK ഇൻഫ്രാസ്ട്രക്ചറാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ ഓണേഴ്സ്. രോഹൻ S കുന്നുമലാണ് കാലിക്കറ്റ് ഗ്ലോബേഴ്സിൻ്റെ ഐക്കൺ പ്ലെയർ. അടുത്തത് കൊച്ചിയുടെ ടീമാണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, അതാണ് കൊച്ചി ടീമിൻ്റെ പേര്. എനിഗ്മാറ്റിക് സ്മൈൽ റിവാർഡ്സ് ആണ് കൊച്ചി ടീമിൻ്റെ ഓണർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഐക്കൺ പ്ലെയർ ബേസിൽ തമ്പിയാണ്. അപ്പോൾ 5 ടീമുകൾ കഴിഞ്ഞു. ഇനി 6ാമത്തെ ടീം ഡെഫിനറ്റ്ലി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ ട്രിവാൻഡ്രത്തിൻ്റെ ടീമാണ് ട്രിവാൻഡ്രം റോയൽസ്. ഈ ടീമിൻ്റെ ഓണർഷിപ്പ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ പ്രിയദർശൻ സാർ, അദ്ദേഹവും ശ്രീ തോമസ് പട്ടാര, അവർ ചേർന്നൊരു കൺസോഷ്യമാണ് ട്രിവാൻഡ്രം റോയൽസിൻ്റെ ഓണർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നത്. അബ്ദുൾ ബാസിദ് PA ആണ് ട്രിവാൻഡ്രം റോയൽസ് ടീമിൻ്റെ ഐക്കൺ പ്ലെയർ. അപ്പോൾ 6 ടീമുകളുമായി കഴിഞ്ഞു. ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ 3 അടുപ്പിച്ച് ടീമുണ്ട്. അത് കഴിഞ്ഞാൽ കൊച്ചി, തൃശ്ശൂർ, ദെൻ കാലിക്കറ്റ്. 6 ടീമുകളുമായിട്ടാണ് ലീഗ് ആരംഭിക്കുന്നത്. ചിലപ്പോൾ ഫർദർ വരും വർഷങ്ങളിൽ കൂടുതൽ ടീമുകൾ ആഡ് ഓൺ ആയേക്കാം. അപ്പോൾ എനിവേ, ഇതിപ്പോൾ തുടക്കമായതുകൊണ്ട് തന്നെ ഒരു 2-3 ഇയേഴ്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ കൊമേഴ്ഷ്യലൈസ്ഡ് ആവും. ഇപ്പോൾ നമുക്ക് പല കേരളത്തിൻ്റെ സ്റ്റേറ്റുകൾ, ഡിസ്ട്രിക്റ്റുകൾ തമ്മിലുള്ള മത്സരങ്ങളും അതുപോലെ കപ്പ്, KCAയുടെ പല കപ്പ്, മെമ്മോറിയൽ കപ്സൊക്കെ ഉണ്ടെങ്കിലും
അതൊന്നും പ്രേക്ഷകർക്ക് കാണുക അല്ലെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ അതിനകത്തെ പ്ലെയേഴ്സൊന്നും ചിലപ്പോൾ അധികം അറിയപ്പെടണമെന്നില്ല, അവർക്കൊരു എക്സ്പോഷർ കിട്ടണമെന്നില്ല. അപ്പം ഇപ്പോൾ ഈ ഓപ്ഷൻ കഴിഞ്ഞോടുകൂടി തന്നെ ഒരുപാട് പ്ലെയേഴ്സ് ഈ ടീമുകളിലേക്കൊക്കെ, നമുക്കറിയാം എല്ലാ ടീമിലും 11 പ്ലെയേഴ്സ് ആവശ്യമുണ്ട് ഓൺ ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ ടോട്ടൽ ഒരു 20ഓളം പേര് ഉണ്ടായാൽ മാത്രമേ അതിൽ 15 പേരുടെ ടീമുണ്ടാക്കി അതിൽ പ്ലേയിങ് 11 ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു 120 മുതൽ 150 വരെ പ്ലെയേഴ്സിന് ഇതിൽ അവസരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ടാലൻസ് ഉണ്ടായി വരട്ടെ, അവർ ഈ ഓരോ ടീമുകളുടെ താരങ്ങളായി മാറട്ടെ, കേരളത്തിലെ ടോട്ടൽ ക്രിക്കറ്റ് എൻവയോൺമെൻ്റ് ഒന്ന് ഉണരട്ടെ, അതുവഴി ഈ ടാലൻസ് എല്ലാം IPLലേക്കും നാഷണൽ ലെവലിലേക്കുമൊക്കെ എത്തി അറിയപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആശിക്കുകയാണ്. അപ്പോൾ എനിവേ നമുക്ക് ഈ ലീഗ് പൂർണ്ണമായും ആസ്വദിക്കാം, ആഘോഷിക്കാം. മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ഗുഡ് ബൈ.